ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് ഓനെ കല്യാണം കഴിച്ചു എന്നുള്ളൊരു ഇതായിട്ട് തന്നെ. അത് കാസർഗോഡുള്ള അത് നെഗറ്റീവ് പറയുന്നവരൊന്നല്ല നമുക്ക് ചെലവിന് വരുന്നത്. നമ്മള് യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നു, നമ്മളത് ചെയ്യണം, നമ്മുടെ സബ്സ്ക്രൈബിക്ക് വേണ്ടിയിട്ടല്ല, നമ്മള് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർക്കും നെഗറ്റീവ് ഉണ്ട്. മമ്മൂട്ടിക്ക് അടക്കം നെഗറ്റീവ് വരുന്നുണ്ട്. അപ്പം പിന്നെ വേണ്ടിയിട്ട് ഞാൻ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് പൈസ പിരിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ഇനി ഞങ്ങൾക്ക് യൂട്യൂബ് ചാനലുണ്ട്. ഞങ്ങൾ എന്റെ കല്യാണം ഇനി ആരും ഞാൻ ഇനി ഇവർക്കൊരു ഉപ്പ എന്ന് പറഞ്ഞൊരു സ്ഥാനത്തേക്ക് ആരും നമ്മള് ഒരു വ്ളോഗർ നമ്മൾ ഇന്റർവ്യൂ ചെയ്യാൻ നിൽക്കണ്ട. അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഏകദേശം ആ വ്ളോഗർ എല്ലാവരും നെഗറ്റീവ് കമന്റ് ഒക്കെ എല്ലാവരും നെഗറ്റീവ് കമന്റ് അടിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ അത്രയും നെഗറ്റീവും കമന്റും പോസിറ്റീവ് കമന്റും കൊണ്ടൊക്കെ ഒരു ലെവലിലേക്ക് എത്തിയ വ്ളോഗറാണ്. ഏകദേശം 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സിൽ ആണ്. അപ്പൊ നമ്മള് വീഡിയോക്ക് കിടക്കുമ്പോൾ നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈമായി കാണുന്നത് സബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും മറക്കില്ല കേട്ടോ. അപ്പൊ നമ്മൾ നേരെ വീഡിയോക്ക് കിടക്കട്ടോ. നമ്മളെല്ലാരും നമ്മളെ സാജിദ അപ്പൊ ഏതായി കുറച്ച് കാര്യങ്ങൾ ചോദിച്ചാ എന്നിട്ട് നമ്മള് കൊറേ കാലമായി ഇവിടെ കാണാൻ കണ്ടുമുട്ടാനുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഈ മീറ്റപ്പിന്റെ ഇടയിൽ നമ്മൾ ഇവിടെ കണ്ടുട്ടോ. അപ്പോ ഇവിടെ ഇപ്പൊ യൂട്യൂബിൽ ഏകദേശം കുറച്ച് ഫേമസ് ആയി നിൽക്കുന്നതാണ്. പിന്നെ കുറച്ച് നെഗറ്റീവും പോസിറ്റീവായ കമന്റ് കൊണ്ട് ആകെ നിൽക്കാണ്. ഇങ്ങനെ ഇപ്പൊ ഞാൻ ഇവിടെ കമന്റ് ബോക്സ് ഒക്കെ നോക്കിയപ്പോ ഭയങ്കര നെഗറ്റീവാണ് കേട്ടത്. ഏതായാലും ഇപ്പോ ഇവരെ ഹസ്ബൻഡ് മരിച്ചു മുമ്പ്, കുറച്ച് മുമ്പ് ഇവരെ ഹസ്ബൻഡ് മരിച്ചു. അപ്പൊ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതിന് ശേഷം ഞാൻ ഇവരെ വീഡിയോ എടുക്കാൻ മാക്സിമം നോക്കിയാൽ കിട്ടുന്നില്ല. അപ്പൊ ഏതായാലും നമ്മൾ ഇവ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ. ഹലോ, എവിടെയാണ് പേരാ? ഞങ്ങൾ പാലക്കാട്. പാലക്കാട് എവിടെ? ഒറ്റപ്പാലത്തില്ലേ. എങ്ങനെയുണ്ട് ഇപ്പൊ മുന്നോട്ടുള്ള ജീവിതമൊക്കെ? എങ്ങനെ? കുഴപ്പമില്ല. ഇപ്പൊ യൂട്യൂബ് 2 ലക്ഷം സബ്സ്ക്രൈബർ ആയി. കുഴപ്പമില്ല. യൂട്യൂബിക്ക് വരാനുള്ള കാരണം എങ്ങനെ? ഇവരുടെ ഇപ്പൊ മരിച്ചതിന് ശേഷം വന്നതാ. ഒരു ജോലിക്ക് വേണ്ടിട്ടല്ലേ? ജോലിക്ക് വേണ്ടിട്ടല്ല, നമ്മള് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ഓരോ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോയിട്ടുണ്ട്. പിന്നെ ജോലിക്ക് പോയിട്ടില്ല? 5 മാസം ജോലിക്ക് പോയിട്ടുണ്ട്. ഇവരിപ്പോ മരിച്ചതിന് ശേഷം ഒരു 40 കഴിഞ്ഞതും ഞാൻ ജോലിക്ക് ഇറങ്ങിയിട്ടുണ്ട്. കുറെ കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വീട്ടാൻ വേണ്ടി ജോലിക്ക് പോയിട്ടുണ്ട്. ഏകദേശം വീടൊക്കെ എങ്ങനെ? വീടില്ല, ഞാൻ തറവാട്ടിലെ വീട്ടിലാണ്. എന്റെ ഉമ്മാന്റെ വീട്ടിലായിരിക്കുന്നത്. വീട് സ്ഥലമൊന്നുമില്ല. ഇൻഷാല്ലാ വീട് സ്ഥലം റെഡിയാ. എന്തായാലും ഭാവിയല്ലേ. 2 ലക്ഷം സബ്ബായില്ലേ? 1,80,000 ആയി. എന്നിട്ട് കുട്ടികളൊക്കെ എത്രയിലാണ്? ഞാൻ ഇനി +1 10ാം ക്ലാസ് SLC ആയിരിക്കുന്നു. 10ക്ക്. ഞാൻ 1ക്കോ ഒക്കെ ഓരോ ലെവലിലാണ്. കുറച്ച് ഇനി ഭാവിയിൽ കുട്ടികളൊക്കെ ഇതാവും അല്ലേ? പിന്നെ ഇനി ഭാവി എന്ത് തീരുമാനം? യൂട്യൂബ് കണ്ടിന്യൂ ചെയ്തിട്ട് പോവന്നെ. നെഗറ്റീവ് ഒക്കെ പലതും പറയുമ്പോ അത് നെഗറ്റീവ് പറയുന്നവരൊന്നല്ല നമുക്ക് ചെലവിന് വരുന്നത്. നമ്മള് യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നു, നമ്മളത് ചെയ്യണം, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പോസിറ്റീവ് പറയുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ ആ പോസിറ്റീവ് കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. നെഗറ്റീവ് പറയുന്നതുകൊണ്ട് നമ്മളിപ്പോ മെയിൻ ആക്കലില്ല. ഫസ്റ്റ് ഒക്കെ നമ്മൾ ഒരുപാട് സാഡ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ അത്ര മെയിൻ ആക്കലില്ല. നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. അപ്പൊ നമ്മള് ഞാൻ ഒറ്റയ്ക്കല്ല, 5 ആളിനെയും കൂടി നമ്മൾ വളർത്തുന്നല്ലോ. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം. നെഗറ്റീവ് ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. എല്ലാ ഫിലിം ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർക്കും നെഗറ്റീവ് ഉണ്ട്. മമ്മൂട്ടിക്ക് അടക്കം നെഗറ്റീവ് വരുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ഇതൊക്കെ നിസ്സാരമാണ്. ഒരു നെഗറ്റീവിന് കാത്തിക്കാണ് ഈ ലോകം മൊത്തം. അത് വെച്ച് റിയാക്ഷൻ വീഡിയോ മൊത്തത്തിൽ അറിഞ്ഞു നമ്മൾ നോക്കിയിട്ട് വീഡിയോസ് ചെയ്യുന്നവരെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. കാരണം അവര് നല്ലത് വരുമ്പോഴും റിയാക്ട് ചെയ്യുന്നുണ്ട്, കെട്ടത് വരുമ്പോഴും റിയാക്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ ഫ്രണ്ട്സുകളുടെ കൂടെ ഒക്കെ നമ്മള് ഓരോ കൊളാബ് ചെയ്യാനും ഇതിനൊക്കെ പോകുമ്പോ നമ്മള് പല ആൾക്കാരനായിട്ടും കണ്ടുമുട്ടണം, പല ആൾക്കാരനായിട്ട് നമ്മള് മീറ്റ് ചെയ്യണം, പോകണം. അപ്പൊ അതൊക്കെ ആയിട്ട് നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കല്യാണത്തിന്റെ ഒരു പ്രശ്നം വന്നിട്ട് നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു. കല്യാണം മെയിൻ ആയിട്ട് നമ്മളെ ശല്യപ്പെടുത്ത ഒരുപാട് പേരുണ്ട്. എനിക്ക് 5 ആൺകുട്ടികളാണ്. ഞാൻ കല്യാണം കഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ല. അപ്പൊ ഞാൻ എന്റെ ബയോയില് സർജറിക്ക് വേണ്ടിയിട്ട് നമ്പർ കൊടുത്തപ്പോ അതിൽ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ശല്യം ഒഴിവാക്കാൻ വേണ്ടിട്ട് എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് ഓനെ കല്യാണം കഴിച്ചു എന്നുള്ളൊരു ഇതായിട്ട് തന്നെ. അത് കാസർഗോഡുള്ള ഓന് ഫ്രണ്ടാണ്. അപ്പൊ എനിക്ക് എല്ലാം അറിയാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അതിലേക്ക് കുറെ നെഗറ്റീവ്സ് വന്നു. ഇപ്പൊ കുഴപ്പമില്ല, അൽഹംദുലില്ലാഹ്. ഇപ്പൊ പോസിറ്റീവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം. വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എന്നാലും ഞങ്ങൾ മുന്നോട്ട് പോകും അല്ലെ. മുന്നോട്ട് പോകും. മക്കളാണ് എനിക്ക് തോന്നാ, മക്കളെ ഫുൾ സപ്പോർട്ടാണ്. അതുകൊണ്ട് എനിക്ക് പിന്നെ പേടിയില്ല.
അങ്ങനെ തന്നെ മക്കളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാനൊക്കെ കല്യാണത്തിന്റെ ഇങ്ങനെ വിഷയം വന്നപ്പോ ഞാൻ കരുതി കുറച്ച് എന്ത് സംഭവം ഞാൻ എന്തൊക്കെയോ സംഭവം ഇങ്ങനാണ് അതിന്റെ പ്രതി അങ്ങനത്തെ രൂപത്തിരിക്കാൻ ഭയങ്കര റിയാക്ഷൻ വീഡിയോ അല്ലേ അതിനത് ചെയ്തുകൊണ്ടിരിക്കണേ. പിന്നെ വെച്ചാല് ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്തവരെന്നെ എനിക്ക് പോസിറ്റീവായിട്ട് വന്നു വിളിച്ചു. ഇതപ്പോ ഇവിടെ കുറെ പേരിനെ ഞാൻ കണ്ടു. എനിക്ക് നെഗറ്റീവായി പറഞ്ഞ വീഡിയോ ഇട്ട ആൾക്കാരടക്കം എന്റെ അടുത്ത് സെൽഫി എടുത്ത് എന്റെ മക്കളോട് സെൽഫി എടുത്ത് വീഡിയോസ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ ആ നെഗറ്റീവിനൊക്കെ ഞങ്ങൾ പോസിറ്റീവ് ആക്കി, അത്രേ ഉള്ളൂ. ഓലെ മുമ്പിൽ ഇങ്ങനെ സത്യങ്ങളൊക്കെ തോന്നുന്നു ഒക്കെ പോസിറ്റീവായി നമ്മളെല്ലാം യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയും നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടും നമ്മുടെ എല്ലാ കാര്യങ്ങളും എന്റെ മക്കളുടെയും കാര്യങ്ങൾ യൂട്യൂബിൽ നമ്മൾ പറയും. അപ്പൊ വീട്ടിലത്തെ ആയാലും എല്ലാം മക്കളുടെ എല്ലാ കാര്യങ്ങളും എന്റെ കാര്യങ്ങളും ഒക്കെ പറയും. അപ്പൊ ആ പറഞ്ഞ് നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞതുകൊണ്ട് അവർക്ക് അത് വിശ്വാസമായി. ഇപ്പൊ എല്ലാം നെഗറ്റീവ് പോസിറ്റീവായി വന്നു. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി. ഓലിക്ക് കാണുമ്പോഴത്തേ സന്തോഷമായി. കാരണം ഇന്നിവിടെ ഏകദേശം ഒരുപാട് യൂട്യൂബർമാർ തന്നെ ഇവിടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും അല്ലേ. ഇനി ഇപ്പൊ 2 ലക്ഷമായില്ലേ, പ്ലേ ബട്ടണൊക്കെ കിട്ടിയില്ലേ? പ്ലേ ബട്ടൺ 1 ലക്ഷം ആയപ്പോഴേ കിട്ടിയല്ലോ, സെറ്റ് അല്ലേ. പിന്നെ കുട്ടികളൊക്കെ എങ്ങനെ പാട്ടൊക്കെ പാടോ? ആരെ പാട്ട് തന്നെ ഞാൻ ഒരു പാട്ട് പഠിക്കാം. കനിയേ വരികളിൽ പാട്ടിന് ലമ്മങ്ങേ കല്ല് അങ്ങകി ഞാനേത് പ്രേമശകല മുടിയില്ലേ തേടും കണ്ണു വിളിക്കുമ്പോ ഒരുകും മാസം പാട്ട് അടിപൊളിയായിട്ട് എന്റെ ഇത് പാടോ? ഇപ്പം പാടോ? രണ്ടാമത്തെ ലൈല കതിർപത്തിൽ ഭംഗി കൈസർ കണ്ട് മയങ്ങി കിസകളിൽ ചൊല്ലിണങ്ങി കവിളിൽ കമറൊളിലങ്ങി കൽബിൽ പ്രേമം തിങ്ങി കനവുകളോ പിറങ്ങി കൽബിൽ പ്രേമം തിങ്ങി കനവുകളോ പിറങ്ങി മജ്നൂന്റെ സിറയിലും മജയിലും മജബേറും സുന്ദരി ലൈല മജ്നൂന്റെ സിറയിലും മജ്നൂന്റെ മജയിലും പള പള തിളങ്ങണ പളുങ്കിതുപോലെ പല പല മഴവില് മനസ്സിൽ പൊങ്ങി. അങ്ങനെ അടിപൊളിയായിട്ടോ. പിന്നെ എന്തെങ്കിലും ഇതിനൊക്കെ പോകലുണ്ടോ? മത്സരത്തിനൊക്കെ പോകലുണ്ട്. മദ്രസയില് അങ്ങനെ ഓരോ പാട്ടിന് ഒരു മദ്രസയില് നമ്മുടെ നബിദിനത്തിനൊക്കെ പിന്നെ SSFന്റെ പരിപാടിക്കൊക്കെ പോകലുണ്ട്. എനിക്ക് എല്ലാത്തിനും ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാന് ആദ്യം നാട്ടിലുള്ളപ്പോ പോയിരുന്നു. പിന്നെ ഇപ്പൊ ഇപ്പൊ നബിദിനത്തിന്റെ പരിപാടിക്കൊക്കെ പോയി. അന്നെ കൊണ്ട് കഴിയുന്ന കഴിവ് അത് എത്രത്തോളം ഉണ്ടോ അത് ഉയർത്തിക്കൊണ്ടുവരാം. അല്ലാതെ താത്തി ഇതാമല്ല. അത് നെഗറ്റീവ് ആയിട്ട് നോക്കണ്ട. നല്ലോണം പാടി ഇതാക്കാം, ഒരു പേജ് ഉണ്ടാക്കാം, പാടി തകർക്കാം. ഇമ്മീ സപ്പോർട്ട് ഉണ്ട്. കാരണം ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടത് യൂട്യൂബിന്റെ വരുമാനം മാത്രമല്ല, ഇനി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഭാവിയിലെ ജീവിതം ഉമ്മാന്റെ ഒറ്റയ്ക്ക് മുന്നായി കൊണ്ടുവെക്കേണ്ട ആൾക്കാർ ഇനി 5 ആൾക്കാർ. അപ്പൊ ഞാൻ ഇതാക്കണ്ടേ വേണ്ടത് ഒരു വീട്, ഒരു സ്ഥലം, ഒരു വീട്. അതിനുള്ള ഇതിലാണ് ഞങ്ങൾ ഇപ്പൊ മുന്നോട്ട് പോണത്. അതിനുവേണ്ടി ഞങ്ങള് 6 ആളും നിന്നിട്ട് യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞങ്ങള് എന്തായാലും എന്റെ സർജറിക്ക് വേണ്ടിയിട്ട് ഞാൻ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് പൈസ പിരിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ഇനി ഞങ്ങൾക്ക് യൂട്യൂബ് ചാനലുണ്ട്. ഞങ്ങൾ ഇത് വെച്ചിട്ട് ഡെയിലി വീഡിയോസ് ഇട്ടിട്ട് നമുക്ക് കിട്ടുന്ന പൈസ സേവ് ചെയ്തിട്ട് നമ്മളൊരു 3 സെന്റ് സ്ഥലം വാങ്ങാനുള്ള പ്ലാനിലാണ്. അങ്ങനെ ഒരു വീട് വെച്ച് ഞങ്ങൾ 6 ആളും അതിലേക്ക് മാറും. അപ്പൊ പിന്നെ മോനും 10-15 വയസ്സായല്ലോ. പിന്നെ അവനൊരു 18 വയസ്സായ പിന്നെ അവൻ സമ്പാദിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് പേടിയില്ല. അങ്ങനെ ഓരോരുത്തരായിട്ട് കയറി വരും. മക്കൾക്ക് ഫുള്ള് സപ്പോർട്ടായിട്ട് എന്നും കൂടെ ഉണ്ടാവും. ആരിനും വിട്ടിട്ട് പോവില്ല. കല്യാണം കഴിക്കില്ല ഇനി. അതാണ് ഇനി എന്റെ തീരുമാനം. അതില് ഇനിയൊരു മുന്നോട്ടാണ്. ഇനി മക്കളുടെ ഭാവി മാത്രമുള്ള എന്റെ മുന്നില്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആര് നെഗറ്റീവ് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. എന്റെ മക്കൾ എനിക്ക് ഫുൾ സപ്പോർട്ടാണ്. അത് മതി. അതന്നെ അതന്നെ വലിയ സപ്പോർട്ട്. പിന്നെ ഇനി ആരെങ്കിലും അങ്ങനെ ഓരോ എന്താ പറയാ, ഇനി ആരെങ്കിലും എന്നെ കല്യാണം അന്വേഷിച്ച് വരികയാണെങ്കിൽ തന്നെ എന്റെ കല്യാണം ഇനി ആരും ഞാൻ ഇനി ഇവർക്കൊരു ഉപ്പ എന്ന് പറഞ്ഞൊരു സ്ഥാനത്തേക്ക് ആരും കൊണ്ടില്ല. അവർക്ക് പറ്റുമോ? നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവരുടെ ഉപ്പാന്റെ സ്നേഹം ഒരിക്കലും അവർക്ക് കിട്ടില്ല. അപ്പൊ ഉമ്മ എനിക്കൊരു ഭർത്താവിന് കിട്ടിയായിരിക്കും, പക്ഷെ എന്റെ മക്കൾക്ക് ഒരു ഉപ്പാന് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഉമ്മ മാത്രം മതി അവർക്ക്. ഇനി അവരുടെ ഭാവിയിൽ ഇനി അവർക്ക് വരുന്ന കല്യാണം കഴിക്കുന്ന പെൺകുട്ടികളൊക്കെ നമ്മുടെ പെൺകുട്ടികളായിട്ട് മക്കളായിട്ട് ഏറ്റെടുക്കുക, മുന്നോട്ട് പോവാ. ഇനി എനിക്കൊരു ജീവിത പങ്കാളി വേണമെന്നൊന്നുമില്ല, മക്കള് മാത്രം മതി.
അതായിട്ട് ഞാൻ മുന്നോട്ട് പോകും, അത്രേ ഉള്ളൂ. അപ്പൊ എന്നുവെച്ചാല് ഇപ്പൊ ഏകദേശം കാടൊക്കെ വീട് ഇനി പേരായിട്ടാല് പെരകയറ്റില് സ്ഥലം മേടിക്കുക, പെരകയറ്റുക, ഇത് മാത്രമേ ഇനി ലക്ഷ്യം അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മക്കളെ പഠിപ്പിക്കുക, ഇത് മാത്രം ലക്ഷ്യം. അനക്കെന്താ വലുതായ ആഗ്രഹം? ഞാനിപ്പോ ഈ പറഞ്ഞ ഒരു മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ് എടുത്തിട്ട് ദുബായിൽ പോയിട്ട് സെറ്റിൽ ആവാന്ന് വിചാരിച്ചത്. അതാണ് ഇപ്പോൾ ഫ്യൂച്ചർ പ്ലാന്. വേറെ ഒന്നും വിചാരിച്ചില്ല. വേഗം അടിപൊളിയായി പഠിച്ച് സെറ്റ് ആണ്. മൊബൈൽ ടെക്നീഷ്യൻ എടുത്ത് പഠിച്ച് കോഴ്സ് പഠിച്ചിട്ട് അവൻ ദുബായിക്ക് പോണെന്നാണ്. അപ്പൊ അവന്റെ ആഗ്രഹം അത് നടക്കട്ടെ. ഓലെ ആഗ്രഹം, മക്കളെ ആഗ്രഹം കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് ഓരോരുത്തർ ഓരോ കോഴ്സ് എടുത്ത് പഠിക്കട്ടെ, ഓരോ ഭാഗത്ത് പോയി ജോലി ചെയ്യട്ടെ. അതിനനുസരിച്ച് ഞാൻ മുന്നോട്ട് യൂട്യൂബുമായിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ അതാണ് ഇനി ലൈഫിൽ ഇനി എന്റെ പ്ലാന്. എന്റെ ഭാവി തീരുമാനം ഇതേപോലെ തന്നെ പാട്ട് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട്. സ്റ്റുഡിയോയിൽ പാടിക്കണമെന്നുണ്ട്. ജംഷീക്ക പാടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്റ്റുഡിയോയിൽ പോയി പാടിച്ച് അവന്റെ ആ പാട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യും. ഇന്റെ അഭിപ്രായത്തിൽ അവന് പാട്ട് നന്നായിട്ട് അതെ 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 കണ്ട പാട്ടിന്റെ ഒരു ജീവിതം മാറ്റി മറിച്ച. എനിക്കെന്താ ഭാവിയിലാണ് ആഗ്രഹം? പാട്ട് പാടണം. പാട്ട് പാടണം. ഈ പാട്ട് പാടി ഷജറുകൾ തലമായി സലാമിന്റെ സുഹൃതത്തെരുങ്കൂരു ഷറഫോടെ നിധി മതി സന്തോഷൽ പൊന്തിര ചന്തം മുന്തിന് ചന്ദിരി ചന്ദിരി ശോഭിശൂര പൊരുൾ കസുര അഹമ്മദ് പുണന്ത് സുഗന്ധ വെള്ളി മികന്ത് പുകന്ത കനി പിറന്ന നബിക്കമ്മം ഫാത്തിമക്ക് സുഹ്റ നച്ചമി ലക്ഷണം വെച്ചൊരു റോജ തിക 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 പാത്തിയൊലി റോജ തരുൾ തരുൾ ഗുഷിറ നെവു തരുൾ സുഹ്റ. പിന്നെ എജ്ജു പാട്ടൂല്ലേ? അനക്കെന്താ ആഗ്രഹം? ആകാൻ എന്താ ആഗ്രഹം? അവനെ പോലെ തന്നെ ഇജ്ജ് പാട്ടറിയൂലേ? ഇജ്ജ് ഒന്നും പറയില്ല. പാട്ടാറോ? ജംസിക്കാന്റെ പാട്ടാറി. മുത്തിടും കിതാബിൻ താളിൽ ചേർന്നിടും തസ്ബീഹ് പോൽ കോർത്തരൂഹിൽ നേർത്ത നാളിൽ നല്ല പാതിയ എന്റെ പാതിയ മുത്തിടും കിതാബിൻ താഴിൽ ചേർന്നിടും തസ്ബീഹ് പോൽ കോർത്തരൂഹിൽ നേർത്ത നാളിൽ നല്ല പാതിയ. അടിപൊളി കേട്ടോ പാട്ട്, സൂപ്പറായി. അപ്പൊ കേസ് നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ. അപ്പൊ നമ്മളെ സാജിദയും മക്കളും ഉണ്ടോ? അപ്പൊ നമ്മളെ ചാനലിനെ പറ്റി എന്താ പറയാ? MSP MPT അല്ലേ? ആ ചാനൽ ഫുള്ള് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല രീതിയിൽ മുന്നോട്ടോട്ട് എന്താ വീഡിയോസ് കണ്ടന്റ് ഒക്കെ ഇതന്നെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ആള് എന്താ പേര്? ഷിബിലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മലപ്പുറം വണ്ടൂരാണ് ഷിബിലിന്റെ വീട്. ഷിബിലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അത്രയൊക്കെ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോമായി ഉടനെ കാണാം അല്ലേ? എത്ര വഴിയല്ലേ? ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാം. അടിപൊളിയായി കണ്ടു അത് തന്നെ നമുക്ക് പറയാം അല്ലേ? അപ്പൊ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അടുത്ത വീഡിയോമായി ഉടനെ കാണാം.